ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതേ കിടക്കുന്ന ഇന്നോവേറ്റ് വാഗമൺ ഇടിക്കോ ഓട്ടം പോലാണ് ട്ടോ. 2 ദിവസത്തെ ട്രിപ്പാണ് ഇത്. നമ്മുടെ ഷമീർക്കാടെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇതേ ഓട്ടോ ഒന്നുമില്ലാതെ സേഫ് ആയിട്ട് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഓട്ടം കുറവായതുകൊണ്ട് വണ്ടി കൊടുക്കാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് ട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. 6 മണിക്ക് മഞ്ഞപ്രേന്നാണ് പിക്കപ്പ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തു വെച്ചേക്കിട്ടോ. അങ്ങനെ ഒട്ടും സമയം കളയാതെ നേരെ മഞ്ഞപ്രക്ക് പോയി ഗസ്റ്റിനെ പിക്ക് ചെയ്ത് വണ്ടി എടുത്ത് നേരെ വിട്ടു. ഫസ്റ്റ് വാഗമണ്ണിലേക്കാണ് പോണത്. അവിടെയാണ് ഇന്നത്തെ സ്റ്റേയും. മൂവാറ്റുപുഴ, തൊടുപുഴ, മുട്ടം, പേട്ട, തീക്കോഴി വഴിയാണ് പോണത്. പേട്ട കഴിഞ്ഞപ്പോഴേക്കും പമ്പിൽ കയറി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി. ശേഷം പിന്നെ യാത്ര തുടർന്നു. പോണ വഴിക്ക് സൗപർണിക എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. ഇതാണ് നമ്മുടെ ഗസ്റ്റ് റെനിൽ ബ്രോയും ഫാമിലിയും. അങ്ങനെ ചായ കുടിച്ച് പിന്നെ യാത്ര തുടർന്നു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫാൻറ്റം വ്യൂ പോയിന്റിൽ വന്നു. വണ്ടി സൈഡിൽ ഒതുക്കി ഇട്ടു. ഇവിടുന്നുള്ള വ്യൂ ഒരു രക്ഷയിലാട്ടോ. ഇതാണ് ഫാൻറ്റത്തിന്റെ പ്രതിമ. ഞാൻ അതിന്റെ മുമ്പിൽ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തു. കുരിശുമലയും തങ്ങൾപ്പാറയും അവർ കയറാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് രണ്ടും സ്കിപ്പ് അടിച്ചു. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, അത് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. പക്ഷെ രണ്ടും നല്ല കിടിലൻ സ്പോട്ടാണ് ട്ടോ. വരാണെങ്കിൽ മിസ്സാകണ്ട. അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വിട്ടു. അങ്ങനെ മുട്ടക്കുന്നിൽ വന്നു. ഇന്ന് എല്ലാ സ്ഥലത്തും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് മാറി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. പിന്നെ ഈ വഴിയാണ് കേട്ടോ വരാട്ടുമേടും അതുപോലെ തന്നെ പാലൊഴുകുംപാറയൊക്കെ പോണത്. പാലൊഴുകുംപാറ അത്രക്ക് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ വരാട്ടുമേടും വരാട്ടുമേടിന്റെ മുകളിൽ നിന്നുള്ള പാലൊഴുകുംപാറയുടെ വ്യൂ ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് സാധാരണ വണ്ടികൾ കയറി ചെല്ലൂല കേട്ടോ. നടന്നോ അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികളിലോ ബൈക്കുകളിലോ ഒക്കെയാണ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് നാളുകൂടിയാണ് വാഗമണ്ണ് വരുന്നത്. എന്നാൽ ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാന്ന് കരുതി ഞാനും മുട്ടക്കുന്നിലേക്ക് പോയി. ഇവിടെ പിള്ളേരും വലിയവരും ഒക്കെ പട്ടം പറത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന എല്ലാവരുടെ ഒരു മെയിൻ വിനോദമാണ് ഇത്. അത്യാവശ്യം നല്ല കാറ്റും നൈസ് ക്ലൈമറ്റും ആയിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് കുറെ മൊട്ടക്കുന്നുകൾ ഇവിടെ ഉണ്ട്. വാഗമണ്ണിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. പിള്ളേർക്കായിട്ട് ചെറിയൊരു ബോട്ടിങ്ങിന്റെ സെക്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ശിവനന്ദയും കൃഷ്ണയും ചെറിയൊരു കുതിര സവാരിയൊക്കെ നടത്തി. അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പൈൻ ഫോറസ്റ്റിൽ വന്നു. വണ്ടി പാർക്കിങ്ങിൽ ഇട്ട് പൈൻ ഫോറസ്റ്റിലേക്ക് നടന്നുപോയി. പോകുന്ന വഴിയൊക്കെ മൊത്തം കടകളാണ്. അത്യാവശ്യം ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഒരാൾക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് എൻട്രി ഫീസ്. അങ്ങനെ പൈൻ ഫോറസ്റ്റ് കയറി കുറച്ചേരം അതിലൊക്കെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെയുള്ള വേറൊരു പരിപാടിയാണ് ജീപ്പ് സഫാരി. സംഭവം അടിപൊളിയാണ് ട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. അടുത്തത് നമ്മൾ പോണത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. ഇവിടെയാണ് വാച്ച് ടവർ, ഗ്ലാസ് ബ്രിഡ്ജ്, പാരാഗ്ലൈഡിംഗ് പോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത്. പോണ വഴിക്ക് ഒരു ഫ്ലവർ ഗാർഡൻ കണ്ട് റെനിൽ ബ്രോയും ഫാമിലിയും അത് കാണാന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി. ഇന്ന് ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഫ്ലവർ ഗാർഡൻ കാണാനായിട്ട് പോയി. ഇവിടെയാണ് അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് കൊടുക്കുന്നത്. വണ്ടിക്കും ആളുകൾക്കും പാസ് ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഫ്ലവർ ഗാർഡന്റെ ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് റെനിൽ ബ്രോയും ഫാമിലിയും അകത്തേക്ക് കയറി. ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അങ്ങനെ ചെടികളുടെ നടുക്ക് കൂടിയൊക്കെ നടന്ന് മുകളിലേക്ക് എത്തി. സംഭവം ഇവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ചെടികളും 2 ചെറിയ വാച്ച് ടവറും അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ഏരിയകളുമാണ് ഉള്ളത്. ഇവിടെ ഒരു വാട്ടർ ഡാൻസിന്റെ സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ രാത്രി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി രസമായിരിക്കും കേട്ടോ. ഈ ഒരു കാഴ്ചകളൊക്കെ മുഴുവനായിട്ട് നിങ്ങളെ കാണിച്ചു തരാനുള്ളതുകൊണ്ടും വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുള്ള കാരണം കൊണ്ടും ബാക്കി ഇനി അടുത്ത പാർട്ടിൽ അടുത്ത ദിവസം തന്നെ ഇതിലും കിടിലൻ കാഴ്ചകളായിട്ട് കാണാം കേട്ടോ.